അറിവമ്മ അലിവമ്മ. തേനീച്ച പുഷ്പത്തിലെ തേൻ മാത്രം നുകരുന്നത് പോലെ എന്തിലും നന്മ മാത്രം കാണാൻ ഒരു നല്ല മനസ്സു തരണേ എന്ന് മക്കൾ പ്രാർത്ഥിക്കുക. സമർപ്പണത്തെക്കുറിച്ച് അമ്മ എപ്പോഴും പറയാറുള്ളതാണ്. എന്തു ചെയ്യുമ്പോഴും അവിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ മക്കൾ ശ്രമിക്കണം. എന്തും അവിടുത്തെ ഇച്ഛയായി കാണുവാനുള്ള ഒരു മനസ്സു തരണേ എന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. ഈ ശരണാഗതിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ക്ഷേത്രനഗരമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പേര് സൂചിപ്പിക്കുന്നത് പോലെ പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, രക്ഷസ്, ആദിശങ്കരാചാര്യർ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. 1000-ലധികം പഴക്കം വരുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പാണ്ഡവ മാതാവായ കുന്തിദേവി പൂജിച്ചതാണെന്നും ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് അദ്വൈത വേദാന്തിയായ ആദിശങ്കരാചാര്യരാണെന്നും വിശ്വസിച്ചു വരുന്നു. ഏറെക്കാലം നാശോന്മുഖമായി കിടന്നിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ഭാഗവത കുലപതി തിരുനാമാചാര്യർ ആഞ്ഞ മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുതുക്കി പണിയുകയായിരുന്നു. വാതാത്മജാതി ബഹുഭക്തഗണൈശ്ച വന്ദ്യ വാതാശനൈശ്ച ഹൃദയേ പരിഭാവിതാംഗ വാതാദിരോഗശമനായ കൃതാവതാര വാതാലയേശ കൃപയാ കുരു സുപ്രഭാതം. ഇന്ന് ഗുരുവായൂരിൽ വരുന്നവരിൽ പലരും ഇവിടെയും വരാറുണ്ട്. ധനുമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി 6 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഇങ്ങോട്ടും പിന്നീട് വൈകുന്നേരം ഇവിടുത്തെ പാർത്ഥസാരഥി രഥത്തിലേറി തിരിച്ചും എഴുന്നള്ളാറുണ്ട്. ഇവ രണ്ടും കൂടാതെ അഷ്ടമി രോഹിണി, കുചേലദിനം, ശങ്കരജയന്തി തുടങ്ങിയ ദിവസങ്ങളും ആചരിച്ചു വരുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ വടക്കു മാറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം പാണ്ഡവ മാതാവായ കുന്തിദേവി പൂജിച്ചിരുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ പുത്രന്മാരെ രക്ഷിച്ചതിന്റെ സ്മരണയ്ക്കായി പാർത്ഥസാരഥി രൂപത്തിൽ ഭഗവത് വിഗ്രഹം പണികഴിപ്പിച്ച് ആരാധന നടത്തിപ്പോന്ന അവർ പിന്നീട് വിഗ്രഹം ഗംഗാനദിയിൽ ജലാധിവാസം ചെയ്യുകയായിരുന്നു. 1000-കണക്കിന് വർഷം അങ്ങനെ ഗംഗയിൽ വിഗ്രഹം കിടന്നു. പിന്നീട് ഈ വിഗ്രഹം കേരളത്തിൽ എത്തിച്ചേരാനും ഇന്നത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടാനും കാരണമായ കഥ ഇങ്ങനെയാണ്. ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ അതുവഴി കടന്നുപോയത്. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം കാലടിയിലുള്ള ജന്മഗൃഹത്തിൽ നിന്ന് ശൃംഗേരിയിലെ തന്റെ വാസസ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. ഒരുപാട് സിദ്ധികൾ സ്വന്തമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ആകാശമാർഗം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ശങ്കരാചാര്യർക്ക് മുന്നിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അന്ന് ഏകാദശി ആയതിനാൽ ഉടനെ ഭൂമിയിലിറങ്ങി ഗുരുവായൂരപ്പനെ വന്ദിച്ചു വേണം യാത്ര തുടരാനെന്ന് മഹർഷി ഉപദേശിച്ചെങ്കിലും ആചാര്യർ അത് അനുസരിച്ചില്ല. എന്നാൽ ശ്രീകോവിലിന്റെ മേൽക്കൂര കടന്ന ഉടനെ ആചാര്യർക്ക് ആകാശ സഞ്ചാരസിദ്ധി നഷ്ടപ്പെടുകയും അദ്ദേഹം തൽക്ഷണം ഗുരുവായൂർ ക്ഷേത്ര മതിലകത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വീഴുകയും ചെയ്തു. തത്സമയം ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുകയായിരുന്നു.
അബോധാവസ്ഥയിൽ കിടക്കുന്ന ശങ്കരാചാര്യരെ കണ്ടതും പരിഭ്രാന്തരായ ആളുകൾ എഴുന്നള്ളത്ത് നിർത്തുകയും വെള്ളം കൊണ്ടുവരാൻ ഓടുകയും ചെയ്തു. പിന്നീട് ബോധം വീണ്ടെടുത്ത ശങ്കരാചാര്യർ ഭഗവാനോട് ക്ഷമാപണം നടത്തുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ 41 ദിവസം ഭജനമിരുന്ന് ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഇന്നും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആ പൂജാക്രമങ്ങളാണ് ഗുരുവായൂരിൽ നടത്തിപ്പോരുന്നത്. ഇതിനുശേഷം ശൃംഗേരിയിലേക്ക് മടങ്ങിപ്പോകാനിരുന്ന ശങ്കരാചാര്യർക്ക് വിശ്വരൂപഭാവത്തിൽ ഗുരുവായൂരപ്പന്റെ ദർശനം ലഭിക്കുകയുണ്ടായി. തദവസരത്തിൽ പാർത്ഥസാരഥി ഭാവത്തിലും തനിക്കൊരു ക്ഷേത്രം വേണമെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. കൃഷ്ണ ഏതൊരു ദുർവൃത്തനായാലും പിടിച്ചുപറിക്കാരനായാലും ഇന്നലെ വരെ ഏത് വൃത്തിയിൽ കഴിഞ്ഞവനും ആകട്ടെ, അതെല്ലാം തീർത്തും മാറ്റി നിരന്തരമായ ഈശ്വരോപാസനയിലൂടെ അവന് മഹത്വത്തെ പ്രാപിക്കാം. മഹത്വത്തെ പ്രാപിക്കാം എന്ന് മാത്രമല്ല, മഹർഷി പദം വരെ ഉയരാം. സ്വപരിശ്രമം കൊണ്ട് ആർക്കും ഉയരാം. മഹാന്മാരുടെ അനുഗ്രഹവും മാർഗദർശനവും കൂടി ഉണ്ടെങ്കിൽ ഏത് ഉയർച്ചയും ജീവിതത്തിൽ നേടാം എന്നുള്ളതിൻ്റെ നിദർശനമാണ് മഹർഷി പദവിയിലേക്ക് ഉയർന്ന കാട്ടാളൻ്റെ ചരിത്രം. ഏതായാലും ആ ഒരു മഹാമുനി അദ്ദേഹത്തെ കണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും മോക്ഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ മഹാരാമായണം ചമയ്ക്കാൻ നിർദ്ദേശിച്ചു. ഇത് വാൽമീകി രാമായണത്തിലുള്ള ഒരാഖ്യാനമാണ്. നേരത്തെ പറയുകയുണ്ടായി, അധ്യാത്മരാമായണം സംസ്കൃത ഭാഷയിലുള്ള മൂലത്തെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുകയാണ് എഴുത്തച്ഛൻ. എന്നാൽ ആ അനുവാദം അല്പം സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ടുള്ളതാണ് എന്ന് നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ചില ഭാഗങ്ങൾ അധ്യാത്മരാമായണത്തിലുള്ളത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എഴുത്തച്ഛൻ്റെ അനുവാദം. പ്രായേണ ഒരു 90-95% നേരെ അനുവാദം തന്നെയാണ്. അധ്യാത്മരാമായണം മൂലം അനുവാദം ചെയ്തിരിക്കുകയാണ്. എങ്കിലും അങ്ങിങ്ങ് ഇത്തരം സ്വാതന്ത്ര്യവും വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ഭാഗം, ഇപ്പം നമ്മൾ വായിക്കുന്ന ഭാഗം വാൽമീകീയ രാമായണത്തിൽ പ്രസിദ്ധമാണ്. അതായത് തപസ്വിയായ വാൽമീകി മഹർഷിയുടെ അരികിൽ തപസ്വിയും അങ്ങേയറ്റം മാഹാത്മ്യമുള്ളവനുമായ നാരദ മഹർഷി പ്രത്യക്ഷനായപ്പോൾ ആ നാരദ മഹർഷിയോട് വാൽമീകി സംശയങ്ങൾ ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, സത്യസന്ധൻ, ധർമ്മിഷ്ഠൻ, സർവഗുണോപേതൻ ആര് എന്ന്. അതിന് മറുപടിയായിട്ടാണ് നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് രാമചരിതം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നാരദനാൽ ഉപദേശിക്കപ്പെട്ട രാമചരിതത്താൽ പ്രഭാവിതനായി തീർന്നു വാൽമീകി. ഉള്ളിലത് നിറഞ്ഞു രാമചരിതം. അങ്ങനെ ഉള്ളു നിറയെ രാമചരിതത്തിൻ്റെ അലകളുമായി സഞ്ചരിക്കുന്ന വാൽമീകിയിൽ നിന്നാണ് ഇണപക്ഷികളിലൊന്ന് വേടൻ്റെ അമ്പേറ്റ് വീണ അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ച കണ്ട് ആ ശോകത്തിൽ നിന്ന് ശ്ലോകം ബഹിർഗമിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം വളരെ ഹൃദ്യമാണത്, സുന്ദരമാണ്. വാൽമീകി തന്നെ പറയുന്ന ക്രമത്തിൽ തന്ത്രീലയ സമന്വിതമാണ്. പാദബദ്ധോക്ഷരസമ, പാദബദ്ധമാണ്, അക്ഷരസമമാണ്, തന്ത്രീലയ സമന്വിതമാണ്. ആ ശ്ലോകത്തെക്കുറിച്ച് വിചാരം ചെയ്യാൻ തുടങ്ങി പിന്നീട് വാൽമീകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷനാവുന്നതും നാരദൻ ഉപദേശിച്ച രാമചരിതത്തെ
താങ്കൾ രചിച്ച ശ്ലോകത്തിനനുസൃതമായി അതേ രീതിയിലുള്ള ശ്ലോകങ്ങളിലൂടെ നിബന്ധിക്കാൻ കൽപ്പിച്ചത്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അനുജ്ഞയനുസരിച്ചാണ് വാൽമീകി രാമായണം രചിച്ചത്. ഈ വിഷയം വാൽമീകി രാമായണത്തിൽ വ്യക്തമായി വിശദമായി പറയപ്പെട്ടതാണ്. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി രാമായണം രചിക്കാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് വാൽമീകി രചിച്ചു. എങ്ങനെയാണ് രചിച്ചത്? സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മാത്രമാണോ? ഒരിക്കലുമല്ല. അതാണ് പറയുന്നത്, വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വീണാപാണിയായ നാരദ മഹർഷി, നാരദനാണ് ആദ്യമായിട്ട് വാൽമീകിക്ക് രാമചരിതത്തെ ഉപദേശിക്കുന്നത്. അങ്ങനെ വീണാപാണിയും ഉപദേശിച്ചു എന്നല്ല, വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. സാക്ഷാൽ സരസ്വതി ദേവി പൂർണ്ണ അനുഗ്രഹ കലയായിട്ട് വാൽമീകിയുടെ നാവിൽ തന്നെ വസിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം, നാരദ മഹർഷിയുടെ ആഖ്യാനം, സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാം കൂടി ചേർന്നപ്പോൾ വാൽമീകി മഹർഷിയിൽ നിന്ന് രാമായണമെന്ന ആദികാവ്യം, മഹത്തായ ആദ്യ ഇതിഹാസം ഭൂമിക്ക് ലഭിച്ചു, നമുക്ക് ലഭിച്ചു. അപ്പം അവിടെ വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. സരസ്വതി ദേവി വാൽമീകി മഹർഷിയുടെ നാവിൽ വസിച്ചു. അങ്ങനെയാണ് വാൽമീകിയിൽ നിന്ന് ഇത്ര മഹത്തമമായ ഇതിഹാസം വന്നത്. എന്നിട്ട് ഇവിടെ കവി പ്രാർത്ഥിക്കുകയാണ്, വാണിയിടുക ഔവണ്ണമെന്നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. അതേ പ്രകാരം എൻ്റെ നാവിലും വസിക്കണമേ സരസ്വതി. എപ്രകാരമാണോ വാൽമീകിയുടെ നാവിൽ സരസ്വതി വിളയാടിയത്, അതേപോലെ എൻ്റെ നാവിലും വസിക്കണേ എന്ന് ഹാർദമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ അതിൽ അന്തർഭവിച്ച ഒരു ദോഷം ചിന്തയിൽ വരികയാണ്. ഇത് വരികയാണോ? നാണക്കേടാണല്ലോ ഇത്. വാൽമീകിയുടെ നാവിൽ വസിച്ചതുപോലെ എൻ്റെ നാവിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ദോഷമല്ലേ എന്നൊരു ചിന്ത ഉടനെ വന്നു. അത് ആ എളിമയിൽ നിന്ന്, വിനയത്തിൽ നിന്ന് വരുന്ന ചിന്തയാണ്. പക്ഷേ നാണമാകുന്നു എങ്കിൽ തന്നെയും അതിനെന്താവതിപ്പോൾ. ഉള്ളിൽ നിന്ന് കവിത തള്ളുകയാണ്. കവിത ഉള്ളിൽ നിറഞ്ഞ് പ്രകടമാവുന്നതിന് വെമ്പുകയാണ്. അങ്ങനെ ഉള്ളിലുള്ള കവിത, ഉള്ളിലുള്ള രാമചരിതം പ്രകടമാകാൻ വെമ്പുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ലാതെ വഴിയില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നതിലോട്ട് നാണമുണ്ട് താനും. ഈ ഒരു സന്നിഗ്ധമായ ഭാവത്തിൽ തൻ്റെ വിനയത്തെ കാണിച്ചുകൊണ്ട് വാൽമീകി തുടങ്ങിയ മഹാകവികൾക്ക് എങ്ങനെ സരസ്വതി പ്രസാദം ഉണ്ടായോ അതുപോലെ തന്നിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടർന്ന് രചന ചെയ്യുന്നത്. സാക്ഷാൽ ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന പേര് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ രാക്ഷസിയുടെ അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും. വാൽമീകി രാമായണത്തിൽ അതിവിരൂപയായിട്ടുള്ള ഒരു ശൂർപ്പണഖയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ വളരെയധികം വശ്യ സൗന്ദര്യമുള്ള ഏറ്റവും അധികം സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെയാണ് എഴുത്തച്ഛൻ ശൂർപ്പണഖയായി അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ശൂർപ്പണഖ ഒരു സാധാരണ യുവതിയല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ അസുര സ്ത്രീയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലങ്കയിലെ രാജാവായിട്ടുള്ള സാക്ഷാൽ രാവണന്റെ, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള കുംഭകർണ വിഭീഷണന്മാരുടെ സഹോദരി ആണ് സാക്ഷാൽ ശൂർപ്പണഖ. കൈകസി എന്ന് പറയുന്ന രാക്ഷസിയിൽ വിശ്വാസ് എന്ന് പറയുന്ന മഹർഷിക്ക് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് ശൂർപ്പണഖ. അതിനാൽ തന്നെ ലങ്കയിലെ രാജകുമാരി എന്ന സ്ഥാനം അലങ്കരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സാക്ഷാൽ ശൂർപ്പണഖയാണ്. അവരുടെ പേര് മീനാക്ഷി എന്നാണ് എന്നൊരു പ്രക്ഷിപ്തം പറയാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ശൂർപ്പണഖ എന്ന പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കൈകളിലുള്ള നഖം
രാക്ഷസ സ്ത്രീ ആയതുകൊണ്ട് തന്നെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് മുറം പോലെ വലിയ നഖങ്ങളുള്ളത് കൊണ്ട് ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്നാണ് അർത്ഥം. അതുപോലെ നഖങ്ങളുള്ളത് കൊണ്ടാണ് അവളെ ശൂർപ്പനഖ എന്ന് വിളിച്ചു പോരുന്നത്. അവർ യഥാർത്ഥത്തിൽ വിവാഹിതയായിരുന്നു. വിദ്യുജിഹ്വൻ എന്ന് പറയുന്ന ഒരു അസുരൻ ശൂർപ്പണഖയെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ കാലകേയന്മാരുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ വെച്ച് ഈ വിദ്യുജിഹ്വൻ അബദ്ധവശാൽ രാവണന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അതോടുകൂടി ശൂർപ്പണഖ വിധവയായി മാറുന്നു. രാവണൻ പറയുന്നുണ്ട്, നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടാലും ഞാൻ അവരെ നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാം എന്നൊരു പ്രായശ്ചിത്തമായി പറയുന്നൊക്കെയുണ്ട്. അങ്ങനെ വിധവയായി തൻ്റെ കാമപൂർത്തീകരണത്തിന് ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ദണ്ഡകാരണ്യത്തിൽ ഭഗവാൻ ശ്രീരാമനെ, അദ്ദേഹത്തിൻ്റെ പാദമുദ്രയാണ് ആദ്യം ശൂർപ്പണഖ കാണുന്നത്. അതിനെ പിന്തുടർന്നാണ് സാക്ഷാൽ രാമന്റെ ദർശനം ശൂർപ്പണഖയ്ക്ക് ഉണ്ടാവുന്നത്. അത്യന്തം സുന്ദരനായിട്ടുള്ള രാമൻ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അവിടെ പോയി തൻ്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു, ഞാൻ ശൂർപ്പണഖയാണ്, എന്നെ സ്വീകരിക്കണം എന്ന്. ഭഗവാൻ ഏകപത്നി വ്രതനാണെന്നും എനിക്ക് ഈ ജന്മത്തിൽ ഇനി മറ്റൊരു പത്നിയെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും അനുജനായിട്ടുള്ള ലക്ഷ്മണനുണ്ട്, അവിടെ പോയി തങ്ങളുടെ ആഗ്രഹം പറയൂ എന്ന് ശൂർപ്പണഖയെ വളരെ മാന്യതയോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണന്റെ അടുത്തെത്തിയ ശൂർപ്പണഖയ്ക്ക് അദ്ദേഹത്തിന്റെ ശരീരകാന്തിയിലും അതിയായിട്ടുള്ള മോഹം ഉണ്ടാവുന്നു, കാമം ഉണ്ടാവുന്നു. ലക്ഷ്മണനും ഇത് തന്നെ ആവർത്തിക്കുന്നു, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല, അങ്ങ് ചേട്ടനെ തന്നെ ചെന്ന് കാണൂ. ഇങ്ങനെ നിരവധി തവണ രാമലക്ഷ്മണന്മാരെ മാറി മാറി കാണുന്നുണ്ട് പാവം ശൂർപ്പണഖ. പക്ഷേ അവരുടെ കാമചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കിയ രാമലക്ഷ്മണന്മാർ ഒരേ സമയം അവരെ പരിഹസിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു. തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് സീതയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ലക്ഷ്മണൻ തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് ശൂർപ്പണഖയുടെ 5 ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു. ആ ഒരു പ്രവൃത്തിയിൽ അത്യന്തം കോപാകുലയായിട്ടുള്ള ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള രാവണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. രാമനെ തടയണം, രാമനെ നിഗ്രഹിക്കണം എന്നാവശ്യപ്പെടുന്നു. രാമനെ നിഗ്രഹിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് സീതയെക്കുറിച്ച് രാവണന് സന്ദേശം നൽകുന്നതാണെന്ന് മനസ്സിലാക്കി രാവണന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഈ വികലാംഗയായിട്ടുള്ള ശൂർപ്പണഖ ആണ് ആദ്യമായി സീതയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം രാവണന് നൽകുന്നത്. നീയാണ് അവളെ പരിണയിക്കേണ്ടത് എന്ന് രാവണനോട് പറയുന്നത് ശൂർപ്പണഖയാണ്. പിന്നീടുണ്ടായതെല്ലാം രാമായണത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ശൂർപ്പണഖ എന്ന് പറയുന്ന കഥാപാത്രമാണ് സീതാപഹരണത്തിന് ആദ്യത്തെ ഒരു തിരി തെളിയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് സീതയെ ലങ്കയിലേക്ക് രാവണൻ കൂട്ടിക്കൊണ്ടുവരുന്നത്, അപഹരിക്കുന്നത്, യുദ്ധം, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു തുടക്കം ശൂർപ്പണഖയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ശൂർപ്പണഖയെ എങ്ങനെ വേണം നാം വ്യാഖ്യാനിക്കേണ്ടത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാമചിന്തയെയാണ് ശൂർപ്പണഖ പ്രതിനിധാനം ചെയ്യുന്നത്. രാമനെ കണ്ടപ്പോൾ ഒരിക്കലും ഭക്തിയല്ല ശൂർപ്പണഖയ്ക്ക് തോന്നിയത്, വാത്സല്യമല്ല ശൂർപ്പണഖയ്ക്ക് തോന്നിയത്, മറിച്ച് കാമമാണ്. ആ കാമപൂർത്തീകരണം നടക്കാതിരിക്കുമ്പോഴാണ് കാമം ക്രോധമായിട്ട് മാറുന്നത്. ശൂർപ്പണഖ പിന്നീട് ക്രോധാവേശത്തിലേക്ക് കടക്കുന്നു. കാമാവേശത്തിൽ നിന്നുണ്ടായിട്ടുള്ള ക്രോധം ശൂർപ്പണഖയ്ക്ക് ഉണ്ടാവുന്നു. ആ ക്രോധം ആത്യന്തികമായി ബുദ്ധിയുടെ നാശത്തിന് കാരണമാകുന്നു. ആ ബുദ്ധിയുടെ നാശത്തിൽ നിന്നാണ് സീതയെ തന്നെ ആക്രമിക്കാം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ശൂർപ്പണഖയെ കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് കാമത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ശൂർപ്പണഖയെ നമ്മുടെ മനസ്സിലുള്ള കാമചിന്തകളായിട്ടാണ് പ്രതിദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കാമചിന്തകളെ മാറ്റി ഭക്തിയിലേക്കും വാത്സല്യത്തിലേക്കും രാമപാദങ്ങളെ ആശ്രയിക്കാനുള്ള മനോഭാവത്തിലേക്കും വരുത്തുക എന്നാണ് രാമായണത്തിൻ്റെ ശൂർപ്പണഖ തത്വം പറഞ്ഞു വയ്ക്കുന്നത്. ഒരിക്കലും ശൂർപ്പണഖ ഒരു മോശം സ്ത്രീ ആയിരുന്നില്ല. അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാമചിന്തകളാണ് ഭഗവാൻ ലക്ഷ്മണസ്വാമി തൻ്റെ കയ്യിലുള്ള ദിവ്യായുധം കൊണ്ട് വെട്ടിയെരിയുന്നത്. കാമപൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കി വരുന്ന ഒരു യുവതിക്ക്, ഒരു സാധകന് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല. അതിന് ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള സാധന, ഭക്തി, വാത്സല്യം തുടങ്ങിയ പ്രവണതകളാണ് വേണ്ടത്. കാമത്തെ മാറ്റി യഥാർത്ഥ കാഴ്ചയിലൂടെ കാണുന്ന ആളുകൾക്ക് മാത്രമേ ശൂർപ്പണഖയിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ രാമനെ ആഗ്രഹിക്കുന്നു എങ്കിൽ കാമപരവശനായി അല്ലെങ്കിൽ കാമ ഉദ്ദേശത്തോടു കൂടി രാമനെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിയെടുക്കാനുള്ള ഒരാളായി നാം രാമനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഒരു ശൂർപ്പണഖയുണ്ട് എന്ന് മനസ്സിലാക്കുക.
ആ ചിന്തയിൽ നിന്ന് മാറി ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ കാമചിന്തയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും അറിവിലേക്കുമുള്ള സഞ്ചാരം നാം ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ശൂർപ്പണഖയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ രാമായണ മാസക്കാലത്ത് ശൂർപ്പണഖയെ വായിക്കുമ്പോൾ സീതാപഹരണത്തിന് കാരണമായി ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കാൻ ഭഗവാനെ സഹായിച്ച ഒരാളായി ഓർക്കുന്നതിനോടൊപ്പം കാമചിന്തകൾ മാറ്റിവെച്ച് എങ്ങനെ ഭഗവാനെ സമീപിക്കണം എന്നുകൂടി മനസ്സിലാക്കാൻ ശൂർപ്പണഖയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കാമചിന്തകളാകുന്ന ശൂർപ്പണഖയിൽ നിന്ന് ജ്ഞാനചിന്തകളിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാം എന്ന് ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വിചാരം ചെയ്യാം. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. എന്തരോ എന്തോ ഒരുപാട് പണങ്ങളൊക്കെ വാരി ചെലവാക്കിയിരിക്കണ്. അത്തരം വലിയ അലങ്കാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അന്ന്? വഴിയിലൊക്കെ എന്തിനു പൂക്കളും കൊടികളും തൂക്കിയിട്ടിരിക്കണത്? രാജാവിന്റെ പിറന്നാളാ? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നാളെ പൂരം നാളിൽ കുമാരൻ ശ്രീരാമന് യവരാജാഭിഷേകം. അയോധ്യാപുരം ആഘോഷത്തിലാണ്. ഇതറിയാതെ ഈ ദേശത്ത് നിങ്ങൾ ഒരാളെ കാണും. കഷ്ടം. ഭരതകുമാരൻ കേകയത്ത് പോയ തക്കം നോക്കി. ആ ദശരഥ മഹാരാജാവിന്റെ ബുദ്ധി കൊള്ളാം. കാണിച്ചു കൊടുക്കാം യവരാജാഭിഷേകം. എന്താ ഇവിടെ നടക്കുന്നത്? കഷ്ടം. ആപത്ത് മുക്കോളം എത്തിയിട്ടും ഒന്നും അറിയാണ്ടിരിക്കുന്ന നിന്റെ അവസ്ഥ കഷ്ടം തന്നെ. സുന്ദരിക്കോതെ, ഇന്നുണ്ടെന്ന് തോന്നുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം വേനൽക്കാലം എത്തുമ്പോൾ നദിയിലെ വെള്ളം വറ്റില്ലേ, അതുപോലെ വറ്റിപ്പോകും. നീ നോക്കിക്കോ. മന്ധരേ, നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ വാക്കുകളെല്ലാം അതിര് കടക്കുന്നു. ഞാൻ നിന്റെ സ്വാമിനാണെന്ന കാര്യം നീ മറക്കുന്നു. ക്ഷമിക്കണം ദേവി. വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാണ് ഞാൻ അങ്ങനെയൊക്കെ. എന്ത് വർത്തമാനങ്ങൾ കേട്ട കാര്യമാണ് നീ പറയുന്നത്? അതു ശരി. അയോധ്യ മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ ദേവി മാത്രം അറിഞ്ഞില്ല. അപ്പോ തന്നെ ഊഹിക്കാം ഇതിൽ ചതിയുണ്ടെന്ന്. എന്ത് ചതി? എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത്? തെളിച്ചു പറ. ദേവി, എല്ലാം നശിപ്പിക്കാനാണ് ദശരഥ മഹാരാജാവ് ഉറമ്പിട്ട് ഇറങ്ങിയിരിക്കണത്. രാമനെ യുവരാജാവായി വാഴിക്കാൻ രാജാവ് നിശ്ചയിച്ചിരിക്കണ്. അതിനെന്താ? രാമൻ എന്റെയും പുത്രനല്ലേ, അയോധ്യയുടെ ജ്യേഷ്ഠപുത്രൻ. ഈ മഹാറാണിയുടെ ഒരു കാര്യം ദേവി, മഹാരാജാവ് അവിടത്തോട് വഞ്ചനയാണ് ചെയ്യുന്നത്. ദേവിയോട് ഇഷ്ട വാക്യങ്ങൾ പറയും, പക്ഷേ ഹിതം പ്രവർത്തിക്കുന്നത് കൗസല്യ ദേവിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഭരതകുമാരൻ കേകയത്ത് പോയ തക്കം നോക്കി രാമന് യുവരാജാഭിഷേകം പ്രഖ്യാപിക്കുമോ? ദേവി, ദശരഥ മഹാരാജാവ് സർപ്പമാണ്, ഉഗ്രവിഷമുള്ള സർപ്പം.
ആ സർപ്പത്തെയാണ് ദേവി മടിയിൽ കിടത്തുന്നത്. രാജാവ് രാജ്യം രാമന് കൊടുത്താൽ നമ്മളെല്ലാം കൂട്ടത്തോടെ നശിച്ചു മഹാറാണി. അതുകൊണ്ട് ഈ യുവരാജാഭിഷേകം മുടക്കണം. എങ്കിലേ ദേവിക്കും ഭരതകുമാരനും രക്ഷയുണ്ടാവൂ. മന്ധരേ, രാമനും ഭരതനും എനിക്കെന്റെ 2 കണ്ണുകൾ പോലെയാണ്. രാമൻ വാണാലും ഭരതൻ വാണാലും എനിക്ക് തൃപ്തിയാണ്. കഷ്ടം, അനർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. രാമൻ രാജാവായാൽ ഭരതന് രാജകുലത്തിൽ നിന്ന് തന്നെ പുറത്താകും. ഭരതന് രാജ്യം കിട്ടാനും രാമനെ പുറത്താക്കാനും എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്ക്. ഇല്ലെങ്കിൽ കൈകേയിയും ഭരതനും അവശേഷിക്കില്ല മഹാറാണി. ചിന്തിച്ചിരിക്കാതെ പ്രവർത്തിച്ച് ജയിക്കാൻ നോക്ക്. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാ